+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചാപ്റ്റർ 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ദിസ് ഇസ് പാർട്ട് 8 ഗ്രാഫ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ഫങ്ഷൻസും അതിൻ്റെ ഗ്രാഫ്സും നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, കോൺസ്റ്റന്റ് ഫങ്ഷൻ f of x equal to c for all x belongs to R. Domain is R, range is set C. ഓക്കെ, ഒറ്റൊരു എലമെൻറ്റിലേക്കാണ് എല്ലാ എക്സിനെയും മാപ്പ് ചെയ്യുന്നത്. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു സെറ്റ് സി. ഇപ്പോൾ സി ഇസ് ഈക്വൽ ടു 5 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് ഇതുപോലെ കിട്ടും. y ഈക്വൽ ടു 5 ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ y ഈക്വൽ ടു 5 ആൻഡ് പാരലൽ ടു x ആക്സിസ്. Now second one is identity function defined as f of x is equal to x for all x belongs to R. Domain is R, range is R. Graph ഇതുപോലെ ഉണ്ടാകും. Now third one, polynomial function. Functions of the form a0 plus a1x plus a2x square plus etc plus an x raised to n, where n is whole number, a0, a1, etc. an are real numbers, are known as polynomial function. For example, f of x equal to x cube, x belongs to R. Domain is R, range is R. Graph x cube ന്റെ ഗ്രാഫ് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. Now next is f of x equal to x square. ഗ്രാഫ് വരക്കാൻ പഠിക്കണം, അതുപോലെ തന്നെ ഡൊമെയിൻ റേഞ്ച് കണ്ടുപിടിക്കാൻ പഠിക്കണം. എക്സ് സ്ക്വയറിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് നമ്മൾ 4 ഗ്രാഫ്സും കൂടി പഠിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ്സ് ഒക്കെ വരക്കാൻ നന്നായിട്ട് പഠിക്കണം. എക്സ് സ്ക്വയർ പ്ലസ് 1, ഡൊമെയിൻ ഇസ് ആർ, റേഞ്ച് ഇസ് 1 ഇൻഫിനിറ്റി. എഫ് ഓഫ് എക്സ് ഇസ് എക്സ് സ്ക്വയർ മൈനസ് 1, ഡൊമെയിൻ ഇസ് ആർ, റേഞ്ച് ഇസ് -1 ഇൻഫിനിറ്റി. f of x equal to x minus 1 whole square, domain is R, range is 0 infinity. ഇവിടെ y value 0 ആണ്, 0 to infinity. So range is 0 infinity, closed at 0. f of x equal to x plus 1 whole square, domain is R, range is 0 infinity, closed at 0. ഇനി നമ്മൾ പുതിയ ഗ്രാഫുകൾ പഠിക്കാം. ഫസ്റ്റ് വൺ നോക്കിയേ, ഫസ്റ്റ് വൺ മാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ആരോ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത് 1നെ 1ലേക്കാണ്, 2നെ 1/2ലേക്ക്, 3നെ 1/3ലേക്ക്. ഇപ്പോൾ ഫംഗ്ഷൻ എങ്ങനെയാണ് പോകുന്നത് മനസ്സിലായല്ലോ. ഇപ്പോൾ 1/2നെ മാപ്പ് ചെയ്യുന്നത് എവിടത്തേക്കായിരിക്കും? 2ലേക്കാണ്. -1/2നെ മാപ്പ് ചെയ്യുന്നത് -2ലേക്ക്, -3നെ മാപ്പ് ചെയ്യുന്നത് -1/3ലേക്ക്. അങ്ങനെയാണെങ്കിൽ എക്സിനെ എവിടത്തേക്ക് മാപ്പ് ചെയ്യും? 3നെ മാപ്പ് ചെയ്യുന്നത് 1/3ലേക്ക്, എക്സിനെ മാപ്പ് ചെയ്യുന്നത് 1/xലേക്ക്. ഈ ഫംഗ്ഷൻ്റെ പേരാണ് റെസിപ്രോക്കൽ ഫംഗ്ഷൻ. എക്സിനെ അതിൻ്റെ റെസിപ്രോക്കലിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡൊമെയിൻ എടുക്കുന്ന സമയത്ത് നമ്മൾ 0 എടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? 1/0 ഇസ് നോട്ട് ഡിഫൈൻ. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, 1/0 ഇസ് നോട്ട് ഡിഫൈൻ. സോ 0 ഇസ് നോട്ട് ഇൻ ദ ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ. സോ ഇവിടുത്തെ ഡൊമെയിൻ എന്താ? R മൈനസ് സെറ്റ് 0. എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0, 1/0 ഇസ് നോട്ട് ഡിഫൈൻ. So f from R minus set 0 to R. റിയൽ നമ്പർ സെറ്റിൽ നിന്നും എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ട് ഇതിൽ, പക്ഷേ ഈ 0നെ മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. R മൈനസ് സെറ്റ് 0. f from R minus set 0 to set of all real numbers defined as f of x equal to 1/x is called reciprocal function. Domain. What is domain of this function? R minus set 0. f from R minus set 0 to R, f of x is equal to 1/x. നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് വരക്കാം. നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരക്കാം. എക്സിന് വാല്യൂസ് കൊടുക്കാം, y വാല്യൂ കണ്ടുപിടിക്കാം. when x is equal to 1, 1/1 is 1. when x is 2, 1/2. when x is -1, 1/-1 is -1. when x is -2, 1/-2 is -1/2. അപ്പോൾ നമ്മൾ ആ പോയിന്റ്സ് പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യണം. 1, 1. 2നെ 1/2ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. 2, 1/2. 0.5 is 1/2. 0.5നെ അതായത് 1/2നെ മാപ്പ് ചെയ്യുന്നത് 2ലേക്ക്. 4നെ മാപ്പ് ചെയ്യുന്നത് 1/4ലേക്ക്. 5നെ മാപ്പ് ചെയ്യുന്നത് 1/5ലേക്ക്. വാല്യൂസ് ഇതുപോലെ എക്സ് ആക്സിൻ്റെ അടുത്തേക്ക് വരും, പക്ഷെ ഒരിക്കലും എക്സ് ആക്സിനെ ടച്ച് ചെയ്യൂല. അതുപോലെ ഇവിടെ നമ്മൾ വാല്യൂസ് 1/2 എടുക്കുമ്പോൾ y വാല്യൂ 2, 1/3 എടുത്താൽ y വാല്യൂ 3 വരും. when x is 1/4, y വാല്യൂ is 4. ഗ്രാഫ് ഇതുപോലെ ഇവിടെ y ആക്സിസിൻ്റെ അടുത്തേക്ക് പോകും, പക്ഷെ ഒരിക്കലും y ആക്സിനെ ടച്ച് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ തേർഡ് ക്വാഡ്രൻറ്റിലും ഗ്രാഫ് -1നെ -1ലേക്ക്, -1/2നെ -2ലേക്ക്, -1/3നെ -3ലേക്ക്, -1/4നെ -4ലേക്ക് മാപ്പ് ചെയ്യും. അപ്പോൾ ഈ പാർട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പോകും.
ഒരിക്കലും വൈ ആക്സിനെ ടച്ച് ചെയ്യുന്നില്ല. അതുപോലെ ഇങ്ങോട്ടേക്ക് -3നെ -1/3, -4നെ മാപ്പ് ചെയ്യുന്നത് -1/4ലേക്ക്. അപ്പോൾ ഈ പാർട്ട് ഇതുപോലെ ഇങ്ങോട്ടേക്ക് ഇതുപോലെ പോകും. എക്സ് ആക്സിനെ ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പോയിന്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് സ്മൂത്ത് കേവ് വരക്കണം. നമുക്കിതുപോലെ ഗ്രാഫ് കിട്ടും. 1 to 1, 2 to 1/2, 3 to 1/3, 4 to 1/4, 5 to 1/5, 6 to 1/6 എക്സെട്ര. അതുപോലെ ഇവിടെ ഗ്രാഫ് ഇങ്ങോട്ടേക്ക് പോകും, ഒരിക്കലും വൈ ആക്സിനെ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഗ്രാഫ് 2 പാർട്ടായിട്ടാണ് വരുന്നത്, പീസ് വൈസ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു കണ്ടിന്യൂസ് ആയ പാർട്ട് കിട്ടും. ഫസ്റ്റ് ക്വാഡ്രന്റിലും ഒരു കണ്ടിന്യൂസ് ആയ പാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ തേർഡ് ക്വാഡ്രന്റിലും ഒരു കണ്ടിന്യൂസ് ആയ പാർട്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നോക്കി, ഡൊമെയിനിൽ എന്തില്ല, സീറോ ഇല്ല. സീറോനെ ഒഴിവാക്കണം. കാരണം വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, 1/x ഇസ് നോട്ട് ഡിഫൈൻ. ഇനി ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാം. റേഞ്ചിൻ്റെ അകത്ത് ഇവിടെ വരുന്ന എല്ലാ വൈ വാല്യൂസും ഉണ്ട്. ഗ്രാഫ് ഇതുപോലെ ഇങ്ങോട്ട് പോകുന്നുണ്ട്, അതായത് വൈ വാല്യൂ ചെറുതായി ചെറുതായി 0ലേക്ക് പോകുന്നുണ്ട്. 0 മുതലുള്ള എല്ലാ വൈ വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 0 to ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ വൈ വാല്യൂസ് ഉണ്ട്. പക്ഷേ ഈ ഗ്രാഫ് ഒരിക്കലും എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നില്ല. എക്സ് ആക്സിനെ ടച്ച് ചെയ്താൽ മാത്രമേ y = 0 ആകത്തുള്ളൂ. എക്സ് ആക്സിനെ ടച്ച് ചെയ്യാത്തതുകൊണ്ട് y ഒരിക്കലും 0 അല്ല. അപ്പോൾ ഇവിടെ 0 അല്ലാത്ത എല്ലാ പോസിറ്റീവ് വൈ വാല്യൂം ഇവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്രാഫ് 0ൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. പക്ഷെ ഒരിക്കലും വൈ വാല്യൂ 0 ആവുന്നില്ല. പിന്നെ ഇവിടെ വൈ വാല്യൂ ഇതുപോലെ കുറഞ്ഞുകൊണ്ട് -ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഇവിടെ വരുന്ന വൈ വാല്യൂസ് -ഇൻഫിനിറ്റി മുതൽ 0 വരെയാണ്, y ≠ 0. ഇപ്പോൾ റേഞ്ചിൻ്റെ അകത്ത് ഏതൊക്കെ വാല്യൂസ് വരും? റേഞ്ചിൻ്റെ അകത്ത് വരുന്ന വൈ വാല്യൂസ് -ഇൻഫിനിറ്റി to 0, ഓപ്പൺ ബ്രാക്കറ്റ് at 0, അതുപോലെ തന്നെ 0 to ഇൻഫിനിറ്റി, ഓപ്പൺ ബ്രാക്കറ്റ് at 0. അതായത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്നും 0 ഡിലീറ്റ് ചെയ്യണം. 0 മാത്രം വൈ വാല്യൂ ആയിട്ട് വരുന്നില്ല. കേവ് ഒരിക്കലും എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നില്ല. എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ മാത്രമേ വൈ വാല്യൂ 0 വരും. ഈ കേവ് ഒരിക്കലും എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നില്ല. സോ y is not equal to 0. So range is equal to set of all real numbers minus set 0. ജിയോജിബ്രയിൽ 1/xന്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇൻപുട്ട് ബാറിൻ്റെ അകത്ത് 1/x കൊടുത്തു കഴിഞ്ഞാൽ 1/xന്റെ ഗ്രാഫ് കിട്ടും. അപ്പം നമ്മളിവിടെ ഗ്രാഫ് എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്ന പോലെ നമുക്കിവിടെ തോന്നും അല്ലേ? ഇവിടെ കാണുമ്പോൾ ഇത് എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് സംശയം തോന്നും. പക്ഷേ നമ്മളിവിടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗ്യാപ്പ് കാണാം. ഗ്രാഫ് എക്സ് ആക്സിൻ്റെ അടുത്തേക്ക് പോകും, പക്ഷെ ഒരിക്കലും ഗ്രാഫ് എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഗ്രാഫ് എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നുണ്ടോ നമുക്ക് സംശയം തോന്നാം. പക്ഷെ ഇവിടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫ് എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും. സോ ദിസ് ഗ്രാഫ് നെവർ ടച്ചസ് എക്സ് ആക്സിസ്. അതുപോലെ തന്നെ ഇവിടെ വൈ ആക്സിനെയും ടച്ച് ചെയ്യുന്നില്ല. എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് വൈ ഇസ് നോട്ട് ഈക്വൽ ടു 0. സോ ഡൊമെയിൻ ഇസ് r minus set 0. Range is equal to r minus set 0. So domain is equal to set of all real numbers minus set 0. Range is equal to set of all real numbers minus set 0. So name of the function is reciprocal function. F maps from r minus set 0 to r. F of x is equal to 1/x. X not equal to 0. Domain equal to r minus set 0. Range is equal to r minus set 0. ഈ ഫംഗ്ഷൻ്റെ വേറൊരു പേരാണ് റാഷണൽ ഫംഗ്ഷൻ. അതായത് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ്, ആ ഫോമിലാണ് ഇരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ദിസ് ഫംഗ്ഷൻ ഇസ് ഓൾസോ നോൺ ആസ് റാഷണൽ ഫംഗ്ഷൻ. റാഷണൽ ഫംഗ്ഷൻ. Functions of the form f of x divided by g of x, where f of x and g of x are polynomial functions and g of x not equal to 0. Denominator 0 ആവാൻ പാടില്ല. For example, 1/x minus 2, x plus 3 divided by x minus 1, x square plus 5 divided by x square minus 6x plus 5, etc. are known as rational functions. നമുക്ക് പുതിയൊരു ഫംഗ്ഷൻ കൂടി പഠിക്കാനുണ്ട് ഇന്ന്. ഏതാണെന്ന് നോക്കാം അല്ലേ? ആ ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. 0നെ 0ലേക്ക് മാപ്പ് ചെയ്യും. ഫംഗ്ഷൻ ഫ്രം r to r. 0നെ 0ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. 1നെ 1ലേക്ക് മാപ്പ് ചെയ്യും. 2നെ 2ലേക്ക് മാപ്പ് ചെയ്യും. -1നെ 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്.
-2നെ മാപ്പ് ചെയ്യുന്നത് 2ലേക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷൻ്റെ സ്വഭാവം മനസ്സിലായല്ലോ. പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂലേക്ക് തന്നെ മാപ്പ് ചെയ്യും. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിനെ പോസിറ്റീവ് വാല്യൂയിലേക്കാണ് മാറ്റുന്നത്. ഇൻപുട്ട് നെഗറ്റീവ് ആയാലും ഔട്ട്പുട്ട് എന്താ കിട്ടുന്നത്? പോസിറ്റീവ് വാല്യൂ കിട്ടും. അത് ഏത് ഫംഗ്ഷനാ? മോഡുലസ് ഫംഗ്ഷൻ ഓർ അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ. ഓക്കെ, എക്സ് ടു മോഡുലസ് ഓഫ് എക്സ്. എക്സിനെ മാപ്പ് ചെയ്യുന്നത് മോഡുലസ് ഓഫ് എക്സിലേക്ക്. ഇത് വായിക്കേണ്ടത് മോഡുലസ് ഓഫ് എക്സ് ഓർ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്. മോഡുലസ് ഫംഗ്ഷൻ. The function f from R to R defined by f of x equal to modulus of x for each x belongs to R is called modulus function. For each non-negative value of x, f of x is equal to x. x positive ആണെങ്കിൽ f of x x തന്നെയാണ്. For negative value of x, the value of f of x is minus x. എക്സ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് -x ആണ്. അതായത് എക്സ് ഈക്വൽ ടു -2 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് -2 വിച്ച് ഇസ് ഈക്വൽ ടു 2. എക്സ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പോസിറ്റീവ് ആണ്. അപ്പം നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്യണം? ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വെൻ എക്സ് ഇസ് -2, -2 is 2. So when x is negative, value of f of x is -x. ഇപ്പോൾ മോഡുലസ് ഓഫ് എക്സിനെ നമുക്ക് ഇതുപോലെയും ഡിഫൈൻ ചെയ്യാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ എക്സ് ആണ്. എക്സ് ലെസ് ദാൻ 0 ആയിക്കഴിഞ്ഞാൽ -x ആണ്. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ നെഗറ്റീവ് എക്സ് പോസിറ്റീവായിട്ട് മാറുന്നത്. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കാം. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 2 പോസിറ്റീവ് വാല്യൂ ആണ്. മോഡുലസ് ഓഫ് എക്സ് ഇസ് മോഡുലസ് ഓഫ് 2 വിച്ച് ഇസ് 2x തന്നെ. എക്സ് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് എക്സ് തന്നെയാണ്. When x greater than or equal to 0, modulus of x is x. ഇനി x നെഗറ്റീവ് ആയാലോ? modulus of x is modulus of -2 which is equal to 2. ഈ 2നെ നമുക്ക് എങ്ങനെ എഴുതാം? -2 that is -x. ഇതാണ് നമ്മുടെ x. -2 ആണ് x. ഇപ്പോൾ ഇവിടെ എന്താ കിട്ടുന്നത്? -x എന്ന് കിട്ടും. അതായത് x നെഗറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ -x ആണ്. മനസ്സിലാക്കിയിട്ട് പഠിക്കണേ. എക്സ് പോസിറ്റീവ് ആകുന്ന സമയത്ത് മോഡുലസ് ഓഫ് എക്സ് എക്സ് ആണ്. എക്സ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് എന്താ? -x ആണ്. ഈ എക്സിനെ നെഗറ്റീവായ എക്സിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ -x വരുന്നത്. റിസൾട്ടായിട്ട് നമുക്ക് രണ്ട് സ്ഥലത്തും പോസിറ്റീവ് തന്നെ കിട്ടും. പോസിറ്റീവ് ആയാലും പോസിറ്റീവ് കിട്ടും, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് കിട്ടും. സോ മോഡുലസ് ഓഫ് എക്സ് ഗിവ്സ് പോസിറ്റീവ് വാല്യൂസ്. എത്ര വലിയ നെഗറ്റീവ് വാല്യൂ അതിലിട്ട് കൊടുത്താലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. മോഡുലസ് ഓഫ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കി വരക്കണം. ഗ്രാഫ് ഓഫ് മോഡുലസ് ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ്. വാല്യൂ ടേബിൾ വരയ്ക്കണം. എക്സിന് വാല്യൂസ് കൊടുക്കുക. പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂസും കൊടുക്കണം. വെൻ എക്സ് ഇസ് 0, modulus of 0 is 0. When x is 1, modulus of 1 is 1. When x is 2, modulus of 2 is 2. When x is -1, modulus of -1 is 1. When x is -2, modulus of -2 is 2. X axis ഉം y axis ഉം വരക്കണം. പോയിന്റ്സ് പ്ലോട്ട് ചെയ്യണം. 1 to 1, 0 to 0, 1 to 1, 2 to 2, 3 to 3, -1 to 1, -2 to 2, -3 to 3. പോയിന്റ്സ് മാർക്ക് ചെയ്യാം. പോയിന്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഇതുപോലെ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. അതുപോലെ ഈ പാർട്ടിലേക്കും സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. ഈ പാർട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പാർട്ട് y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ പാർട്ടാണ്. ഈ പാർട്ട് y ഈക്വൽ ടു -x എന്ന് പറഞ്ഞ പാർട്ടാണ്. ഇപ്പോൾ മോഡുലസ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് ഇതുപോലെ വി ഷേപ്പിൽ കിട്ടും. ഇവിടെ ഷാർപ്പ് എഡ്ജ് ഉണ്ടാകും. ഇതാണ് വേർട്ടെക്സ്. 0, 0 ആണ് ഇവിടുത്തെ വേർട്ടെക്സ്. Definition of modulus function. F of x is equal to modulus of x, x belongs to R. This is equal to x when x greater than or equal to 0, minus x when x less than 0. ഈ ഡെഫിനിഷൻ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൊമൈൻ ഇസ് ഈക്വൽ ടു ആർ. ഇനി റേഞ്ച് എന്താ വരുന്നത് നോക്കിയേ. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഗ്രാഫ് പോകുന്നത്. എക്സ് ആക്സിൻ്റെ മുകളിൽ മാത്രമേ ഗ്രാഫ് കിടക്കുന്നുള്ളൂ. അതായത് y വാല്യൂ ഒരിക്കലും നെഗറ്റീവ് വാല്യൂ എടുക്കുന്നില്ല. ഓക്കെ, ഔട്ട്പുട്ട് ഒരിക്കലും നെഗറ്റീവ് അല്ല. എത്ര വലിയ നെഗറ്റീവ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ഈ ഫംഗ്ഷൻ നമുക്ക് തരുന്നത് പോസിറ്റീവ് വാല്യൂ മാത്രമാണ്. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു 0 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 0. 0 ബിലോങ്സ് ടു റേഞ്ച്. സോ ക്ലോസ്ഡ് അറ്റ് 0, ഓപ്പൺ അറ്റ് ഇൻഫിനിറ്റി. റേഞ്ച് ഇസ് ഈക്വൽ ടു 0 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 0.
ഇനി നമ്മൾ ഈ ഫംഗ്ഷൻസിന്റെ ഗ്രാഫ്സ് ഒക്കെ വരക്കാൻ പഠിക്കും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഗ്രാഫ്സും വരച്ച് പ്രാക്ടീസ് ചെയ്യണം. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1, മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1, മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1, മൈനസ് മോഡുലസ് ഓഫ് എക്സ്. ഓരോന്നിനും വാല്യൂ ടേബിൾ വരച്ചിട്ട് എക്സ് ആക്സിസ് വൈ ആക്സിസ് വരക്കാം. പ്ലെയിൻ്റെ അകത്ത് പോയിന്റ്സ് പ്ലോട്ട് ചെയ്യണം. അതിനുശേഷം ആ പോയിന്റ്സുകളെ ജോയിൻ ചെയ്തുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. ഫസ്റ്റ് വൺ, draw the graph of the function f from r to r defined by f of x equal to modulus of x plus 1 x belongs to r. വാല്യൂ ടേബിളാണ് നമ്മൾ ആദ്യം വരക്കേണ്ടത്. എക്സിന് പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും നിർബന്ധമായിട്ടും കൊടുക്കണം. എക്സ് ഇസ് ഈക്വൽ ടു 0. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, മോഡുലസ് ഓഫ് 0 ഇസ് 0, 0 പ്ലസ് 1 ഇസ് 1. ഇപ്പോൾ ഇവിടെ 1 വരും. വെൻ എക്സ് ഇസ് 1, മോഡുലസ് ഓഫ് 1 ഇസ് 1, 1 പ്ലസ് 1 ഇസ് 2. വെൻ എക്സ് ഇസ് 2, മോഡുലസ് ഓഫ് 2 ഇസ് 2, 2 പ്ലസ് 1 ഇസ് 3. When x is minus 1, modulus of minus 1 is 1. 1 plus 1, 2 വരും. ഇപ്പോൾ ഇവിടെ വരുന്ന ആൻസർ 2. When x is minus 2, modulus of minus 2 is 2. 2 plus 1 is 3. അപ്പോൾ ഇതാണ് പോയിന്റ്സ് വരുന്നത്. ആ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. 0നെ 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. 1 to 2, 2 to 3, 3 to 4, minus 1 to 2, minus 2 to 3. പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ചിട്ട് പോയിന്റ്സിനെ ഇതുപോലെ ജോയിൻ ചെയ്യണം. ഡൊമൈൻ ഇസ് ഈക്വൽ ടു ആർ. ഓക്കെ, എല്ലാ എക്സും നമുക്ക് എഫ് ഓഫ് എക്സിൽ ഏത് എക്സ് വേണമെങ്കിൽ കൊടുക്കാം. സോ ഡൊമൈൻ ഇസ് ഈക്വൽ ടു ആർ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് നോക്കിയേ, ഗ്രാഫ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റായി. 0 0 ഉണ്ടായിരുന്ന വേർട്ടെക്സ് 1ലേക്ക് 0 1ലേക്ക് ഷിഫ്റ്റായി. അതായത് ഇവിടുത്തെ വൈ വാല്യൂ, മിനിമം വൈ വാല്യൂ 1 ആണ്. പിന്നെ വൈ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകും. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു 1 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 1. സെക്കൻഡ് വൺ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 എക്സ് ബിലോങ്സ് ടു ആർ. അപ്പോൾ നമ്മൾക്ക് ആദ്യം വാല്യൂ ടേബിൾ വരക്കാം. When x is 0, modulus of 0 is 0, 0 minus 1 is minus 1. When x is 1, modulus of 1 is 1, 1 minus 1 is 0. When x is 2, modulus of 2 is 2, 2 minus 1 is 1. When x is minus 1, modulus of minus 1 is 1, 1 minus 1 is 0. When x is minus 2, modulus of minus 2 is 2, 2 minus 1 is 1. വൈ വാല്യൂസ് ഇതുപോലെ വരും. 0നെ മൈനസ് 1ലേക്ക്, 1നെ 0ലേക്ക്, 2നെ 1ലേക്ക്, മൈനസ് 1നെ 0ലേക്ക്, മൈനസ് 2നെ 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. പോയിന്റ്സ് മാർക്ക് ചെയ്യണം. 0നെ മാപ്പ് ചെയ്യുന്നത് മൈനസ് 1ലേക്ക്. അപ്പോൾ 0 മൈനസ് 1 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. 1 0 മൈനസ് 1 0. 2നെ മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. 2 1 മൈനസ് 2 1. ഇപ്പോൾ ഇത്രയും പോയിന്റ്സ് വരച്ചിട്ട് ആ പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് സ്ട്രേറ്റ് ലൈൻ വരക്കാം. അത് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യാം. അതുപോലെ ഇവിടെ വരുന്ന പോയിന്റ്സിനെ ജോയിൻ ചെയ്യണം. സ്കെയിൽ വെച്ചിട്ട് സ്ട്രേറ്റ് ലൈൻ വരക്കണം. സ്ട്രേറ്റ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതാണ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1ന്റെ ഗ്രാഫ്. ഇപ്പോൾ ഇവിടെ വേർട്ടെക്സ് 0 മൈനസ് 1ലേക്ക് ഷിഫ്റ്റായി. വേർട്ടിക്കൽ ഡൗൺവേർഡ് ആണ് ഷിഫ്റ്റ്. ഇപ്പോൾ ഇവിടെ റേഞ്ച് മാറും. ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. എക്സിന് നമ്മൾ ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. സോ ഡൊമൈൻ ഇസ് ഈക്വൽ ടു ആർ. റേഞ്ച് ഇസ് ഈക്വൽ ടു വൈ വാല്യൂ, മിനിമം വൈ വാല്യൂ -1 ആണ്. പിന്നെ ഗ്രാഫ് ഇതുപോലെ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. സോ വൈ വാല്യൂ ഇസ് -1 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് -1. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു -1 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് -1. ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരക്കാം. നന്നായിട്ട് വരക്കണം. വാല്യൂ ടേബിൾ നമ്മൾ കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് കറക്റ്റായിട്ട് കിട്ടും. Now third one, draw the graph of the function f from r to r defined by f of x equal to modulus of x plus 1 x belongs to r. അപ്പോൾ വാല്യൂ ടേബിൾ നമുക്ക് ആദ്യം ഫില്ല് ചെയ്യാം. എക്സിന് 0 1 2 -1 -2 കൊടുക്കണം. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1. വെൻ എക്സ് ഇസ് 0, 0 പ്ലസ് 1 ഇസ് 1. വെൻ എക്സ് ഇസ് 1, 1 പ്ലസ് 1 ഇസ് 2. വെൻ എക്സ് ഇസ് 2, 2 പ്ലസ് 1 ഇസ് 3. വെൻ എക്സ് ഇസ് -1, -1 പ്ലസ് 1 ഇസ് 0. അപ്പോൾ -1നെ മാപ്പ് ചെയ്യുന്നത് 0ലേക്കാണ്. -2നെ മാപ്പ് ചെയ്യുന്നത് -2 പ്ലസ് 1 ഇസ് -1. മോഡുലസ് ഓഫ് -1 ഇസ് 1. ഓക്കെ, ഇവിടെ എപ്പോഴും പോസിറ്റീവ് വാല്യൂ മാത്രമേ വരൂ. ഇതിൻ്റെ അകത്ത് നെഗറ്റീവ് വാല്യൂ വന്നാലും മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് വാല്യൂ ആണ്. വൈ വാല്യൂ എപ്പോഴും പോസിറ്റീവ് വാല്യൂ കിട്ടും. ഗ്രാഫ് ഇതുപോലെയാണ് വരുന്നത്. 0നെ 1ലേക്ക് മാപ്പ് ചെയ്യും. ഈ എക്സ് 0 വരുമ്പോൾ വൈ 1 ആണ്. ഈ പോയിന്റ് കിട്ടും. ഇപ്പോൾ ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യണം. 0 1. 1നെ മാപ്പ് ചെയ്യുന്നത് 2ലേക്ക്, 2നെ മാപ്പ് ചെയ്യുന്നത് 3ലേക്ക്, -1നെ മാപ്പ് ചെയ്യുന്നത് 0ലേക്കാണ്. ഇപ്പോൾ ഇവിടെ എക്സ് ആക്സിനെ ടച്ച് ചെയ്യും. -1 0. -2നെ മാപ്പ് ചെയ്യുന്നത് 1ലേക്ക്.
ഇപ്പോൾ ഇത്രയും പോയിന്റ്സ് പ്ലോട്ട് ചെയ്തിട്ട് ആ പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. ലൈൻ ഇവിടത്തേക്ക് നിർത്തിയേക്കരുത്, അത് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യണം. രണ്ട് ഭാഗത്തും ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, നൗ ഹിയർ ഡൊമൈൻ ഇസ് ആർ, റേഞ്ച് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ y വാല്യൂ 0 ആണ്. ഈ പോയിന്റിലെ y വാല്യൂ 0 ആണ്. ദിസ് പോയിന്റ് ഇസ് -1 0. എക്സ് കോർഡിനേറ്റ് ഇസ് -1, y കോർഡിനേറ്റ് ഇസ് 0. y വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകും. അതായത് റേഞ്ച് വരുന്നത് 0 to ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 0. So domain is R, range is 0, infinity, closed at 0. Now next function, draw the graph of the function f from R to R defined by modulus of x minus 1. നിങ്ങൾ സ്വന്തമായിട്ട് വരക്കണം. അതിനുശേഷം നിങ്ങൾ വരച്ചത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? വാല്യൂ ടേബിൾ വരക്കണം. 0, 1, 2, -1, -2. When x is 0, 0 minus 1 is -1, modulus of -1 is 1. When x is 1, 1 minus 1 is 0, modulus of 0 is 0. When x is 2, 2 minus 1 is 1, modulus of 1 is 1. When x is -1, -1 minus 1 is -2, modulus of -2 is 2. When x is -2, -2 minus 1 is -3, modulus of -3 is 3. പോയിന്റ്സ് പ്ലോട്ട് ചെയ്തിട്ട് ഗ്രാഫ് വരക്കണം. 0നെ മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. When x is 0, y value 1. ഈ പോയിന്റ് കിട്ടും. 0, 1. x 0, y 1. ഈ പോയിന്റ് മാർക്ക് ചെയ്യണം. When x is 1, y value 0. x 1 വരുന്ന സമയത്ത് y value 0. When x is 2, y value is 1. ഇവിടെ ഒരു പോയിന്റ് കിട്ടും. അതുപോലെ when x is -1, y value is 2. When x is -2, y value is 3. ഈ പോയിന്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതുപോലെ ഇങ്ങോട്ടേക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. സ്ട്രെയിറ്റ് ലൈൻ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഡൊമൈൻ എന്താ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് വരുന്ന സമയത്ത് നമ്മൾ y വാല്യൂ ശ്രദ്ധിക്കണം. ഇവിടുത്തെ y വാല്യൂ 0 ആണ്. y വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ റേഞ്ച് എന്താ വരുന്നത്? 0 to ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 0. ഒരു ഗ്രാഫും കൂടി നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f ഫ്രം R to R ഡിഫൈൻഡ് ബൈ f of x equal to minus modulus of x. x belongs to R. ഓക്കെ, മോഡുലസ് ഓഫ് എക്സിൻ്റെ മുമ്പിൽ ഒരു മൈനസ് സൈനാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. മോഡുലസ് ഓഫ് എക്സ് പോസിറ്റീവ് ആണ്, അതിൻ്റെ മുമ്പിൽ ഒരു നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എല്ലാ വാല്യൂസും നെഗറ്റീവാണ് കിട്ടുന്നത്. എക്സിന് 0, 1, 2, -1, -2 കൊടുക്കണം. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, മോഡുലസ് ഓഫ് 0 is 0, -0 is 0. y വാല്യൂ 0 തന്നെ കിട്ടും. When x is 1, modulus of 1 is 1, so we get -1. When x is 2, modulus of 2 is 2, so we get -2. When x is -1, modulus of -1 is 1, so -1. ഓക്കെ, ഈ മൈനസ് ഉള്ളത് കൊണ്ട് ഈ വാല്യൂ 1 വരും, പിന്നെ അതിൻ്റെ കൂടെ ഒരു മൈനസ് ചേർക്കണം. അപ്പോൾ ഇവിടെ -1 കിട്ടും. When x is -2, modulus of -2 2 ആണ്. ഈ പാർട്ട് 2 വരും, പിന്നെ ഈ മൈനസും കൂടി ചേർക്കുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് -2. ഇതുപോലെ വരും. എക്സ് 0 വന്നാൽ 0, എക്സ് 1 വരുമ്പോൾ -1 വരും. വെൻ എക്സ് ഇസ് 2, -2 എന്ന് കിട്ടും. വെൻ എക്സ് ഇസ് -1, എക്സ് -1 വരുമ്പോൾ മോഡുലസ് ഓഫ് -1 1 വരും. പക്ഷെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ -1 എന്ന് കിട്ടും. വെൻ എക്സ് ഇസ് -2, മോഡുലസ് ഓഫ് -2 is 2, then this -2. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇതുപോലെ വരും. 0, 0, 1നെ മാപ്പ് ചെയ്യുന്നത് -1ലേക്ക്, 2നെ മാപ്പ് ചെയ്യുന്നത് -2ലേക്ക്, -1നെ മാപ്പ് ചെയ്യുന്നത് -1ലേക്ക്, -2നെ മാപ്പ് ചെയ്യുന്നത് -2ലേക്ക്. f of x is equal to modulus of x ആകുമ്പോൾ നമ്മുടെ ഗ്രാഫ് മുകളിലോട്ടേക്കാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ ഗ്രാഫ് താഴെ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് ഇസ് ഈക്വൽ ടു, നോക്കിയേ y വാല്യൂ കുറഞ്ഞുകൊണ്ടാ പോകുന്നത്, -ഇൻഫിനിറ്റിലോട്ടാണ് y വാല്യൂ പോകുന്നത്. സോ -ഇൻഫിനിറ്റി 0, ക്ലോസ്ഡ് അറ്റ് 0. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഗ്രാഫ്സ് ഏതൊക്കെ നോക്കാം. റെസിപ്രോക്കൽ ഫംഗ്ഷൻ 1/xന്റെ ഗ്രാഫ് നമ്മൾ ആദ്യം പഠിച്ചു. അതിനുശേഷം മോഡുലസ് ഓഫ് എക്സിന്റെ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം മോഡുലസ് ഓഫ് എക്സിന്റെ ഡിഫറെന്റ് ഗ്രാഫ്സ് പഠിച്ചു. ഈ ഗ്രാഫ് എല്ലാം നന്നായിട്ട് വരക്കാൻ പഠിച്ചിരിക്കണം. ഇപ്പം നമ്മൾ ഇവിടെ നോക്കി, ആദ്യം വരച്ചത് മോഡുലസ് ഓഫ് എക്സ്, ദെൻ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1, മോഡുലസ് ഓഫ് എക്സ് -1. ദിസ് ഇസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1, മോഡുലസ് ഓഫ് എക്സ് -1, മൈനസ് മോഡുലസ് എക്സ്, മൈനസ് മോഡുലസ് ഓഫ് എക്സ്. ഇവിടെ വേർട്ടിക്കൽ ഷിഫ്റ്റ് ആണ് നടന്നിരിക്കുന്നത്. വേർട്ടിക്കൽ ഷിഫ്റ്റ് ടുവേർഡ്സ് അപ്വേർഡ്.
വെർട്ടിക്കൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ഡൗൺവേർഡ്. ഇവിടെ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് ആണ്. ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് ടു ലെഫ്റ്റ് സൈഡ്, ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് ടു റൈറ്റ് സൈഡ്. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് ആകുന്നത്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 എടുക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് വരുന്നത്. ഇവിടെ മോഡുലസ് ഓഫ് എക്സിന്റെ റിഫ്ലക്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ റേഞ്ച് ചേഞ്ച് ആകും. ഡൊമെയിൻ ചേഞ്ച് ആവുന്നില്ല, റേഞ്ച് ചേഞ്ച് ആവുന്നുണ്ട്. ഫംഗ്ഷന്റെ ഡെഫിനിഷനും ഡൊമെയിൻ, റേഞ്ച്, പിന്നെ അതിന്റെ ഗ്രാഫ്, ഈ 4 കാര്യങ്ങളും ഓരോ ഫംഗ്ഷൻ്റെതും നന്നായിട്ട് പഠിച്ചിരിക്കണം. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1, ഡൊമെയിൻ ഇസ് ആർ, റേഞ്ച് ഇസ് 1 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 1. Definition is modulus of x minus 1, domain is R, range is minus 1 infinity closed at minus 1. Definition is f of x is equal to modulus of x plus 1, domain is R, range is 0 infinity closed at 0. Definition is f of x is equal to modulus of x minus 1, domain is R, range is 0 infinity closed at 0. f of x is equal to minus modulus of x, domain is R, range is minus infinity 0 closed at 0. GeoGebra f of x is equal to ആദ്യം modulus of x എടുക്കണം. ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തിട്ട് modulus of x plus a എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ട്രേസും ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഭംഗിയുള്ള ഡിസൈൻ കിട്ടും. നമ്മളിത് ലാബ് 2 ചെയ്യുന്നുണ്ട്. ലാബ് 2 വീഡിയോ കാണുക. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കപ്പം മനസ്സിലാകും. ഇതെന്താ? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് എ ആണ്. മോഡ് എക്സ് പ്ലസ് എ എടുക്കുമ്പോൾ വേർട്ടിക്കൽ ഷിഫ്റ്റ് ആണ് നടക്കുന്നത്. 0 0. ഇതാണ് നമ്മുടെ മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫ്. മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഗ്രാഫാണിത്. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 എടുക്കുമ്പോൾ ഗ്രാഫ് ഇവിടത്തേക്ക് 1ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 2, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 3, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 4, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 5. ഇനി മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 എടുത്തു കഴിഞ്ഞാൽ ഗ്രാഫ് വേർട്ടിക്കലി ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്യും. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2, മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3, മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4, മോഡുലസ് ഓഫ് എക്സ് മൈനസ് 5. ഡിഫറെൻറ്റ് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫാണ്. എക്ക് നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കുന്ന ഡിഫറെൻറ്റ് ഗ്രാഫ്സ് കിട്ടും. ഇനി മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഇ എടുത്താലോ, അപ്പോൾ നടക്കുന്നത് ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് ആണ്. എ പോസിറ്റീവ് വരുമ്പോൾ എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 3 വരുമ്പോൾ ഗ്രാഫ് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. ദിസ് ഇസ് മോഡുലസ് ഓഫ് എക്സ്. ഇവിടെ 0 0 വേർട്ടെക്സ് വരുന്നത് മോഡുലസ് ഓഫ് എക്സ്. -1 0 വേർട്ടെക്സ് വരുന്നത് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 2, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 3, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 4, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 5. എക്ക് നെഗറ്റീവ് വാല്യൂ കൊടുക്കുമ്പോൾ എക്സ് മൈനസ് 1, എക്സ് മൈനസ് 2, എക്സ് മൈനസ് 3 ഒക്കെ വരുമ്പോൾ അതിൻ്റെ വേർട്ടെക്സ് വരുന്നത് ഇവിടെയാണ്. ഇത് എക്സ് മൈനസ് 1 ആണ് ഈ ഇവിടെ വരച്ചിരിക്കുന്ന ഗ്രാഫ്. അതിൻ്റെ വേർട്ടെക്സ് 1 0. എക്സ് മൈനസ് 2, മോഡുലസ് ഓഫ് എക്സ്, ദിസ് ഇസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1, മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2, മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3, മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4, മോഡുലസ് ഓഫ് എക്സ് മൈനസ് 5. ഈ നെഗറ്റീവ് ആകുന്ന സമയത്ത് ഷിഫ്റ്റ് ഇസ് ടുവേർഡ്സ് ഹൊറിസോണ്ടലി റൈറ്റ്. മോഡുലസ് ഓഫ് എക്സിൻ്റെ റിഫ്ലക്ഷൻ ആണ് മൈനസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് എ. ഇതാണ് നമ്മുടെ മൈനസ് മോഡുലസ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ്. 0 0 വേർട്ടെക്സ് വരും. മൈനസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1, മൈനസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 2, മൈനസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 3, മൈനസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 4, മൈനസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 5. അതുപോലെ താഴേക്ക്. അതുപോലെ തന്നെ എക്സ് ആക്സിൻ്റെ താഴെ വരുന്ന ഗ്രാഫ്സ് ഏതൊക്കെയാ? മൈനസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1, മൈനസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2, മൈനസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3, മൈനസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4, മൈനസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 5. ഇതുപോലെ ഭംഗിയുള്ള ഗ്രാഫ് കിട്ടും. ഇപ്പോൾ ജിയോജിബ്രയിൽ ഇതൊക്കെ വരച്ച് അതിൻ്റെ ഡൊമെയിനും റേഞ്ചും ഒക്കെ കണ്ടുപിടിക്കാൻ മനസ്സിലാക്കി വെക്കണം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് എയുടെ ഗ്രാഫാണിത്. ഭംഗിയുള്ള ഗ്രാഫ് നമുക്ക് കിട്ടും. ഇവിടെ 2 വേരിയബിൾ എടുത്തിട്ടുണ്ട്. 2 സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, എയും ബിയും. എക്കും ബിക്കും ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഭംഗിയുള്ള ഗ്രാഫ് കിട്ടും. മോഡുലസ് ഓഫ് എക്സിൻ്റെ ഒരുപാട് ഗ്രാഫ്സ് ചേർന്നിട്ടാണ് ഈ ഒരു ഡിസൈൻ ഉണ്ടായിരിക്കുന്നത്. എക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കണം, അതുപോലെ ബിക്കും ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കണം. ട്രേസ് ഓൺ കൊടുക്കണം. വരച്ച ഗ്രാഫിന് ട്രേസ് ഓൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഭംഗിയുള്ള ഡിസൈൻസ് നമുക്ക് കിട്ടും. ജിയോജിബ്രയിൽ ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ലാബ് 2ൻ്റെ വീഡിയോ കാണുക. ലാബ് 2ൻ്റെ വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത് റെസിപ്രോക്കൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ്, ഡൊമെയിൻ, റേഞ്ച്,
അതുപോലെ തന്നെ മോഡുലസ് ഓഫ് എക്സിൻ്റെ ഡിഫറെൻറ്റ് ഗ്രാഫ്സ് പഠിച്ചു. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഗ്രാഫ്സ് വരച്ച് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, താങ്ക് യു.